യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് യേശുക്രിസ്തു ചിന്തിയ രക്തത്തെ പ്രതി ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ കാലടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്നു. തിരുക്കർമ്മ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ മാത്യു കിലുക്കൻ നേതൃത്വം നൽകി. മനുഷ്യരാശിയുടെ പാപങ്ങൾക്കായി മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് യേശു ചീന്തിയ തിരുരക്തത്തെ പ്രതി യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്ത മലയിൽ നിന്നും കാൽവരി കുന്നിലേക്ക് മുൾക്കിരീടം ചൂടി റോമ സൈനികരുടെ ആവർത്തിച്ചുള്ള ചാട്ടവാറടിയേറ്റ് തന്റെ വിശ്വാസികളുടെ പാപഭാരമാകുന്ന കുരിശുമായി സ്വയം മരണത്തിലേക്ക് നടന്നു നീങ്ങിയ ക്രിസ്തു ഏറ്റുവാങ്ങിയ ഓരോ അടിയും സ്വന്തം വിശ്വാസികളെ രക്ഷിക്കാനായിരുന്നു. ക്രിസ്തു വരിച്ച പീഡാസഹനങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ കാലടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്നു. വികാരി ഫാദർ മാത്യു കിലുക്കൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ഡെൽവിൻ മൂലൻ പീഡാനുഭവ സന്ദേശം നൽകിയ ചടങ്ങിൽ ഫാദർ ഡൊമിനിക് എസ് എന്നിവർ സഹകാർമ്മികരായി. ശുശ്രൂഷാനന്തരം കുരിശുരൂപ ചുംബനം ഉണ്ടായിരുന്നു. തുടർന്ന് ആഘോഷമായ കുരിശിന്റെ വഴി നടന്നു. ഫാദർ പോൾ കൈത്തോട്ടുങ്കൽ പീഡാനുഭവ സന്ദേശം നൽകി. കർത്താവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കാലടി ടൗൺ ചുറ്റിയുള്ള പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. CLC സംഘടനാംഗങ്ങൾ ഒരുക്കിയ പീഡാനുഭവ നിശ്ചല ദൃശ്യങ്ങൾ വിശ്വാസികളിൽ ഭക്തിയുടെ ചിന്തകൾ ഉണർത്തി. രാത്രി 8 മണിക്ക് പള്ളിയങ്കണത്തിൽ കബറടക്ക ശുശ്രൂഷയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാലടി. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.